വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ ആദിനാഥസ്. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി ഇന്നത്തെ വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗുരുസാഗരം മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീ നാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ 2025 ഡിസംബർ ലക്കത്തിലെ എഡിറ്റോറിയലാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. പഞ്ചസാര തുറന്നു വെച്ചിട്ട് ഉറുമ്പ് വരരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ? പഞ്ചസാരയുടെ തരിയെങ്കിലും ഒരിടത്ത് കിടപ്പുണ്ടെങ്കിൽ അല്പസമയത്തിനകം അവിടെ ഉറുമ്പ് വന്നിരിക്കും. അവർ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യങ്ങൾ അവിടെ അപ്രസക്തമാണ്. നൈസർഗികമായ വാസനയാണ് ഈ ലോകത്തെ ഓരോ ജീവിയെയും അതിൻ്റെ ഇഷ്ടവസ്തുക്കളിലേക്ക് എത്തിക്കുന്നത്. ഈ വാസനകളെയെല്ലാം പൊതുവായി ഒരു വിശേഷണം കൊണ്ട് ജനനി നവരത്ന മഞ്ജരിയിൽ ഗുരു സൂചിപ്പിക്കുന്നുണ്ട്. അന്നാദിയിൽ പ്രിയമുയർന്ന എന്നാണ് ആ പ്രയോഗം. അന്നം ആദിയായവ എല്ലാ ജന്തുജീവജാലങ്ങൾക്കും പ്രിയമുള്ളതാണ്. അവയിൽ പ്രിയമുണർത്തുന്ന വാസന ജീവികളിൽ സന്നിവേശിപ്പിച്ചാണ് സൃഷ്ടികർത്താവ് അവയെ ഭൂമിയിൽ വിട്ടിരിക്കുന്നത്. തേടി തിന്നുക എന്നതാണ് ഏതൊരു ജീവിയുടെയും സ്വഭാവം. മറ്റു ജന്തുക്കൾക്ക് അന്നം, ഇണ എന്നിവയെ തേടാനാണ് വാസനയെങ്കിൽ മനുഷ്യന് അതിനുമപ്പുറം ഒരുപാട് വാസനകൾ വേറെയുണ്ട്. അതുകൊണ്ടാവാം അന്നാദി അഥവാ അന്നം മുതലായവ എന്ന് ഗുരു സൂചിപ്പിക്കുന്നത്. ഇഷ്ടമുള്ളതും സുഖം നൽകുന്നതുമായതെല്ലാം തനിക്ക് മാത്രമായി കുന്നുകൂട്ടി വയ്ക്കുക എന്നതാണ് മനുഷ്യൻ്റെ വാസന. അതിൻ്റെ ദൂഷ്യവശം അതേ പദ്യത്തിൽ അടുത്ത വാക്യത്തിൽ ഗുരു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അന്നാദിയിൽ പ്രിയം വന്നാൽ ആടൽ അഥവാ ദുഃഖത്തിൻ്റെ കടലിൽ വീണു വലയും. ആര്? എന്നാശയം. എന്താണ് എന്നാശയം? അതാണ് തന്മതി എന്ന അഹംബോധം. അഹംബോധത്തിനറിയില്ല താൻ പരമബോധത്തിൻ്റെ പ്രതിബിംബമാണെന്ന്. അതിനാൽ അത് ഞാൻ, എനിക്ക് എന്നൊക്കെ പറഞ്ഞ് കാണുന്നതിൻ്റെ എല്ലാം പിറകെ പായും. ആ ചെറിയ ആശയത്തെ ആശയങ്ങളുടെ വലിയ സമുദ്രമായ നാദഭൂമിയിൽ എത്തിച്ച് അതിൽ ലയിപ്പിക്കുകയാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. അതിനുള്ളതാണ് ഗുരു ജനനിയോട് നടത്തുന്ന പ്രാർത്ഥനകളെല്ലാം. എന്നാൽ മനുഷ്യർക്കാർക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഗുരുവിനോട് പോലും അന്നാദികൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനേ മനുഷ്യന് സാധിക്കുന്നുള്ളൂ. മനുഷ്യനല്ലേ ആഹാരം വേണ്ടേ, പാർപ്പിടം വേണ്ടേ, സ്വത്തുക്കൾ വേണ്ടേ, വാഹനങ്ങളും മറ്റാനുകൂല്യങ്ങളും വേണ്ടേ? വേണം, എല്ലാം വേണം. ഗുരു തന്നെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെന്താണ് നിങ്ങൾ ഈ അന്നാദിയോടുള്ള പ്രിയത്തിനെ കുറ്റം പറയുന്നത്? അയ്യോ, കുറ്റം പറഞ്ഞതല്ല. ഗുരു ഇതോടൊപ്പം പറഞ്ഞ മറ്റൊരു കാര്യം ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ. എന്താ അത്? തൃപ്തി. മനുഷ്യനായാൽ വേണ്ടത് തൃപ്തിയാണ്. അത്യാവശ്യത്തിനെല്ലാം കിട്ടുന്നുവെങ്കിൽ അതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ധന്യതയോടെ ജീവിക്കുക. പക്ഷേ ഈ പ്രിയങ്ങൾ അതിന് മനുഷ്യനെ സമ്മതിക്കില്ല. എന്നാൽ മറ്റു ജീവികളെല്ലാം അവയുടെ ആവശ്യങ്ങൾ സാധിച്ചാൽ സന്തുഷ്ടരാണ്. അവർ ഉള്ളതിൽ ആനന്ദിക്കുന്നു. മനുഷ്യർ മാത്രം എന്ത് കിട്ടിയാലും പോരാ പോരാ എന്ന് കരയുന്നു. അതിനെ ഇല്ലാതാക്കാനാണ് ഗുരുക്കന്മാർ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് സത്യം ഓർമ്മിപ്പിക്കുന്നത്. കുറച്ച് കൂടുതൽ ആഗ്രഹിക്കുന്നതും നേടുന്നതും അത്ര വലിയ തെറ്റാണോ? എന്തു കാര്യവും അത് ഭക്ഷണമായാൽ പോലും ആവശ്യത്തിലധികമായാൽ അതിനൊരർത്ഥമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ അധികം ഇരിക്കുന്നത് മറ്റാർക്കോ അവകാശപ്പെട്ടതാണ്. നിങ്ങൾ സ്വരുക്കൂട്ടിയതുകൊണ്ട് ധാരാളിത്തം കാണിക്കുന്ന ഈ നിമിഷം അവർ പട്ടിണിയിലാണ്. മാത്രവുമല്ല, സ്വരുക്കൂട്ടാൻ വെമ്പൽ കൂടുമ്പോഴാണ് കവർച്ചയ്ക്കുള്ള വാസന വരുന്നത്. അത് തടയണം. ഇല്ലെങ്കിൽ സമൂഹത്തിൽ അസമത്വമുണ്ടാകും. അത് കലഹത്തിനും അരാജകത്വത്തിനും ഇടയാക്കും.
അതിനാണ് ധർമ്മചിന്ത, നീതിബോധം എന്നിവ പഠിപ്പിക്കുകയും അവയനുസരിച്ച് മനുഷ്യരെ നിയന്ത്രിക്കുന്ന നിയമവ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഒരാൾ ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നു. അത് നല്ലതാണ്. അയാളുടെ നല്ല പ്രവർത്തനം കണ്ട് അയാളെ ജനങ്ങൾ പ്രതിനിധിയായി തിരഞ്ഞെടുക്കുന്നു. അയാളുടെ നിലയും വിലയും അതോടെ ഉയരുന്നു. ആ നിലയും വിലയും തന്നെ വിശ്വസിച്ച് ദൗത്യമേൽപ്പിച്ച സമൂഹത്തിന് ഹിതകരമായി വിനിയോഗിക്കുന്നതാണ് സമൂഹധർമ്മം. എന്നാൽ അയാൾ അതുപയോഗിച്ച് എല്ലാവർക്കും കരുതി വച്ചിരിക്കുന്ന ധനം തൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് വകമാറ്റിയാൽ അത് അധർമ്മമാണ്. നിയമം അതിനെ ചോദ്യം ചെയ്യണം. നിയമം കൈകാര്യം ചെയ്യുന്നവരെ കൂടി അയാൾ സ്വാധീനത്തിലാക്കിയിട്ട് കൊള്ള ചെയ്താലോ? അവിടെയാണ് പൗരബോധം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ജനപ്രതിനിധിയെയും നിയമപാലകനെയും പിഴച്ച വഴിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ പൗരൻ്റെ ധാർമ്മിക ബോധത്തിനെ സാധിക്കൂ. പക്ഷേ അതിന് പൗരബോധമുള്ള പൗരന്മാർ വേണ്ടേ? അവരെല്ലാം താൽക്കാലികമായ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആരുടെയെങ്കിലും പിണയാളുകളായി മാറിയാൽ എന്തു ചെയ്യും? മറുഭാഗത്തുള്ളവർ എതിർത്താൽ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞു തള്ളും. സ്വന്തം ഭാഗത്തു നിന്ന് ആരും എതിർക്കാതിരിക്കാൻ ഭീഷണി, ആയുധം, അധികാരം എന്നിവ മാത്രമല്ല, ചെറിയ ഇളവുകൾ കൊടുത്തും ഒതുക്കാം. അങ്ങനെയൊക്കെ വിപുലമായ രീതിയിൽ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പൊതുമുതൽ കട്ടെടുത്ത് സ്വന്തമാക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞ അന്നാദിയിൽ പ്രിയമുള്ളതുകൊണ്ടാണ്. അത് കള്ളുകൂടി ശീലം പോലെയാണ്. തുടങ്ങിയാൽ പിന്നെ നിർത്താൻ സാധിക്കില്ല. പിന്നെ എന്താ ഒരു മാർഗം? അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ വീഴാതിരിക്കാൻ ബോധം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഗുരുവിൻ്റെ രീതി കണ്ടോ? അതൊരു ഉത്തമമായ മാർഗമാണ്. ഭക്തിയിലൂടെ മനുഷ്യരിൽ വിവേകമുണ്ടാക്കുക. അവരനെ കുറിച്ചുകൂടി ചിന്തിച്ചുകൊണ്ട് സ്വന്തം സുഖം തേടാൻ പ്രേരണ നൽകുന്ന ഈ വിദ്യാഭ്യാസത്തിനെയാണ് ആത്മീയ വിദ്യാഭ്യാസം അഥവാ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. അത് അംഗീകരിക്കാത്ത പ്രത്യയശാസ്ത്രങ്ങൾ വളർന്നു പന്തലിച്ചതാണ് ഇന്നത്തെ എല്ലാത്തരം അക്രമങ്ങൾക്കും അനീതികൾക്കും ഇടയാക്കിയത്. ആത്മീയമായ ഇടപെടലിനൊപ്പം ഗുരു സാമൂഹികമായ ഇടപെടലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണെന്നല്ലേ? നാം നേരത്തെ പറഞ്ഞ അതേ ജാഗ്രതയാണ് ഈ പരിഹാരം. പഞ്ചസാര തുറന്നു വയ്ക്കാതിരിക്കുക. തുറന്നു വച്ചാൽ അത് ഉറുമ്പിനുള്ള പ്രലോഭനമാണ്. ശിവഗിരിയിലെ കാണിക്കപ്പെട്ടി കള്ളൻ വന്ന് കുത്തിത്തുറക്കുന്നത് ഗുരു അറിഞ്ഞു. എല്ലാവരും വേവലാതിപ്പെട്ടപ്പോൾ ഗുരു ചോദിച്ചത് പ്രസക്തമായ ചോദ്യമാണ്. ആ പണം നിങ്ങൾ ഓരോരുത്തരുടെയും കൈവശമായിരുന്നെങ്കിൽ കള്ളൻ ബുദ്ധിമുട്ടിപ്പോകില്ലേ? നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് അതുകൊണ്ട് വന്ന് ചെലവാക്കിയാൽ കാര്യങ്ങളും നടന്നു പോകും. എന്നാൽ പൊതുസ്ഥലത്ത് ഒരു പെട്ടിയുണ്ടാക്കി അതിൽ കൊണ്ടുവന്ന് പണം നിറച്ചാൽ കള്ളന് ആയാസം കുറഞ്ഞില്ലേ? അവന് മോഷ്ടിക്കാൻ സാഹചര്യവും പ്രേരണയും നൽകിയാൽ മോഷണവാസനയുള്ളവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ വിശ്വാസികളെ, നിങ്ങൾ ശബരിമലയിൽ പണം കൊടുക്കുന്നു, പൊന്നു കൊടുക്കുന്നു, പോരാഞ്ഞിട്ട് ശ്രീകോവിലും ദ്വാരപാലകനും കട്ടിളപ്പടിയും വരെ പൊന്നിട്ട് പൊതിഞ്ഞു. എന്നിട്ട് കുറേ കള്ളന്മാരെ അത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചു. സ്വാഭാവികമായും പഞ്ചസാരയിൽ ഉറുമ്പ് പൊതിയാൻ തുറന്നു വയ്ക്കുന്നത് പോലെ ഒരു പ്രവൃത്തിയാണത്. നിങ്ങളുടെ ദേവൻ അവിടെ ഇരിക്കുന്നത് ഇതൊന്നും സംരക്ഷിക്കാനല്ല. ദേവന് പറയാനുള്ളത് പുറത്ത് വാതിൽപ്പടിയിൽ എഴുതി വച്ചിട്ടുണ്ട്: തത്വമസി. ഏത് ചോദ്യത്തിനും അതാണ് ഉത്തരം. നിന്റെ വിഷമങ്ങൾക്ക് കാരണം ചോദിച്ചാൽ അത് നീയാകുന്നു എന്നതാണ് ശരിയായ ഉത്തരം. കട്ടിളപ്പടിയിലെ സ്വർണം കട്ടതാരാണെന്ന് ചോദിച്ചാലും അത് നീയാകുന്നു എന്നല്ലാതെ എന്തു പറയാൻ? അന്നാദിയിൽ പ്രിയമുണർന്നാൽ ആടലാം കടലിൽ വീഴുമെന്ന് കട്ടെടുത്തവർ ഓർത്തു കാണില്ല. ബണ്ടിച്ചോർ പോലും ഓർക്കാത്ത ആ സത്യം പിന്നെ ഏത് കള്ളനാണ് ഓർത്ത് പെരുമാറുക? കടലിൽ വീണവർ ഇനി എന്താ ചെയ്യുക? കഴിയുന്നത്ര നീന്തി നോക്കൂ. പറ്റിയില്ലെങ്കിൽ ഗ്ലും. ഇതോടെ ഇന്നത്തെ വായന ഇവിടെ പൂർണ്ണമാകുന്നു. ഒരു സകല മാസിക വായിക്കാം, വരിക്കാരാകാം. 600 രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കും. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. പണമടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 80 78 18 88 58. ശേഷം അഡ്രസ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 62 82 31 92 94. ഇപ്പോൾ മാസിക ഡിജിറ്റലായും ലഭ്യമാണ്. ലോകത്തെവിടെയിരുന്നും മാസിക വായിക്കാം. www.gurusagaran.com എന്ന വെബ്സൈറ്റിൽ ഡിജിറ്റൽ വായന ആസ്വദിക്കൂ. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. നമസ്തേ.